ഈ ജൂലൈ മാസത്തിലും ബൊഗെയിൻവില്ല പൂടാനായിട്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ വളങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ജൂലൈ മാസത്തിൽ തന്നെ മഴ ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് ഫംഗസ് രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇലകളിൽ തവിട്ട് നിറം ഉണ്ടെങ്കിൽ ഫംഗസ് ബാധയുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുക്കാവുന്നതാണ്. ചെടിക്ക് സൂര്യപ്രകാശം ലഭിക്കുമെന്ന് ഉറപ്പാക്കുക. നൈട്രജൻ കുറഞ്ഞതും ഫോസ്ഫറസ് കൂടിയതുമായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കുക. കാരണം നൈട്രജൻ കൊടുക്കുമ്പോൾ ഇലകൾ പെട്ടെന്ന് വളരും, പക്ഷേ പൂക്കളൊന്നും വളരെ പൊട്ടാസ്യം ഫോസ്ഫറസും അടങ്ങിയ വളങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. DAP അഥവാ വീട്ടിലില്ലാത്തവർ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മുട്ടത്തോട് ധാരാളം ഉള്ള വീടുകളിൽ അത് ഉണക്കി പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ടെങ്കിലും അതിനകത്ത് ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ മീൻ കഴുകിയ വെള്ളം അത് നല്ലതാണ്. പിന്നെ കോഫിയുടെ തരികൾ സൂക്ഷിച്ച് വെച്ചിരുന്ന് അത് കൊടുക്കാം. അതിൽ നല്ല നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പഴുത്തൊലിയാണെങ്കിലും പൊട്ടാസ്യം നല്ലൊരു കലവറ തന്നെയാണ് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ പീല്. അത് ഏത്തപ്പഴത്തിൻ്റെ തൊലി കട്ട് ചെയ്ത് പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം, വെള്ളം ഒഴിച്ച് പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞ് അത് വെള്ളം തെളിച്ച് ചെടിക്ക് ഒഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ്.